ചേടാ, നല്ല മഴയാണല്ലോ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? കാവില് വിളക്ക് വെക്കാൻ 1 മണിക്കൂറോ? ഇങ്ങോട്ട് വരട്ടെ. കനവിലൊരു മഴയായി എൻ മനമതിലായി നിന്നിന വെറിയാൻ, അരികിലൊരു നദിയായി അലയൊഴുകിടാൻ ഇനി നീ വരുമോ ചാരേ? എന്റെ കാവിലമ്മേ, ഇപ്രാവശ്യത്തെ ഇടവപ്പാടിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നല്ലോ. ഇങ്ങനെ ആർത്തൊലച്ച് പെയ്യണു. എൻ്റെ അമ്മോ, സമയം 6:30 ഭഗവാനെ, ഞാൻ പോട്ടെ എന്നാ. മിത്രദേവി അവിടുന്ന് തുള്ളുന്നുണ്ടാവും. ഈ കാറിന് കേടാവാൻ കണ്ട നേരം. ഓ, റേഞ്ചും ഇല്ലല്ലോ പണ്ടോരടങ്ങാൻ. അതെ, ഇടവപ്പാതിയാ, വല്ലാണ്ട് കൊള്ളണ്ട. ചെലപ്പോ പനി പിടിച്ച് കിടന്നു പോവും. എന്താ? എന്ത് ഇടവ? ഓ, ഇടവപ്പാതി എന്നാ മെയ് മാസത്തിലെ മഴ. ഓ, ആക്ച്വലി എന്റെ കാറ് വർക്കാവുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇവിടെ എവിടെയും ഇല്ല. ഡാമിറ്റ്. അപ്പൊ ഇനി എന്താ ചെയ്യാ? അതെന്നോടാണോ ചോദിക്കണേ? അല്ല, ഇയാളെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? സൂര്യാന്നാ. ഓ, അല്ല, എന്താ തന്റെ പേര്? മേഘ. ശരിയാ, നല്ല കാർമേഘം ഉണ്ട്. എന്റെ പേരാടോ മേഘ. ഓ, ഇവിടെ ബസ് സ്റ്റോപ്പ് വല്ലതും ഉണ്ടോ? ആ, കുറച്ച് മാറി ബസ് സ്റ്റോപ്പ് ഉണ്ട്. വാ. കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരും ഒരു കാര്യം ചൊല്ലാമോ? ഈശ്വര, 7 മണിയായി. ഈ പെണ്ണിത് എവിടെ? ശ്രീലു. ആ, ഇന്ദ്രനീലങ്ങളോ പ്രണയാദ്രവിലോചനമോ? എടി മിതു ഇതുവരെയായിട്ടും വന്നില്ലടി. എന്റെ പൊന്നമ്മേ, സമയം 7 അവൾ 7 മണി 7:15 വരത്തില്ലേ? എന്നാലും ഈ മഴയത്ത് കുറച്ച് സമയം കൂടി നോക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ അച്ഛനെയും കൂട്ടി പോവാം. ഇതാട്ടോ ബസ് സ്റ്റോപ്പ്. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. അല്ല, ഇയാള് പോവാണോ? പിന്നെ പോവണ്ടേ? ഇവിടെ എവിടെയോ ആണ് എൻ്റെ മുത്തശ്ശിയുടെ തറവാട്. പെട്ടെന്ന് കാറ് ഓഫായി. പിന്നെ ഈ ഒടുക്കത്തെ മഴയും. ഹാ, ഒടുക്കത്തെ മഴയോ? ഓരോ മഴയും ഓരോ അനുഭവങ്ങളാണ്. അത് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചെറിയ ചാറ്റൽ മഴ പോലും ഭംഗിയുള്ളതാ. ഇവിടെ എന്നാ വല്ല കാറോ ടാക്സിയോ ഒന്നും കിട്ടും. എന്നാ ഞാൻ പോട്ടെ. ഇനി ലേറ്റ് ആയ അമ്മ പേടിക്കും. എന്നാ ആഹാ, ഇന്നാ ഇയാൾ ഈ കൊട വെച്ചോ. അല്ല, അപ്പൊ ഇയാളോ? എന്റെ വീട് ഇവിടെ അടുത്താ. ഇതാ കാവിന്റെ ഇടവഴിയിലോട്ട് ഒരു 5 മിനിറ്റ് നടന്ന എന്റെ വീടാ. ഇന്നാ വെച്ചോ, ഞാൻ പോവാ. അതെ, ഇനിയും വേറെ മഴയിൽ വെച്ച് കാണാം. കാണാം. എറിയരുത്, മേത്തുകൊള്ളുവേ. പണ്ടാര കാലമാർത്തി, വിളക്ക് വെക്കാൻ 2 മണിക്കൂറോ? നിന്നെ ഞാൻ ഇന്ന്. മഴയല്ലേ, അതുകൊണ്ടാ അവിടെ കേറി നിന്നു. പോകുമ്പോഴേ പറഞ്ഞല്ലേ പോവണ്ടാന്ന്. അതെങ്ങനെയാ? അനുസരണ വേണ്ടേ? എന്റെ പൊന്നമ്മേ, ഞാനിങ്ങ എത്തിയില്ലേ.
പോയി തല തോർത്തടി, ഫുള്ളും നനഞ്ഞു കുളിച്ച്. ആഹാ, എന്താ മഴ, എന്താ ഇടവപ്പാതി അല്ലേ അമ്മേ? ആ, അതൊക്കെ നല്ല തന്നെ. അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഒരു കൂട്ടര് വരുന്നുണ്ട് കാണാൻ. ഒന്നും പറയണ്ട, മിണ്ടാതെ പോയി കിടന്നുറങ്ങിക്കോ. അമ്മേ, കാറാണ്ട് തിന്നിട്ട് എണീച്ച് പോണേ. എന്താ മോളെ മഴമേഘമേ, മുഖത്തൊരു വൈക്കലഭ്യം. നീ പൊടി, നിനക്കൊന്ന് പറഞ്ഞൂടെ? എന്ത് പറയാൻ, അതുമാട്ടെ ഇപ്രാവശ്യം കുറച്ച് സീരിയസാ. നിന്നെ കല്യാണം കഴിപ്പിച്ചിട്ടേ അടങ്ങൂ. നിനക്കെന്താടി വല്ല പ്രേമവും? ചീ, എനിക്ക് പ്രേമൊന്നുമില്ല. പിന്നെ പിന്നെ വല്ല ഗർഭമുണ്ടോ? എന്റെ ചെവി. ആ, പിന്നെന്താ? ഇന്ന് ഞാൻ കാവില് വിളക്ക് വെച്ച് വരുമ്പം ആ വഴിയിൽ ഒരാളെ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ. അതൊന്നുമില്ല, പുള്ളി സ്മാർട്ടാണ്. അതിനൊന്നുമില്ല. എനിക്ക് കല്യാണം മുടക്കണം. അതിനല്ലേ മുത്തേ ഞാൻ. വന്നല്ലോ, ഇതിന്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നാത്തു, എന്തിപ്പ ചെയ്യാ? വഴിയുണ്ട്, അയാളോട് തന്നെ പോയി പറയാം. എങ്ങനെ? എടി, അമ്മായി എന്താ പറഞ്ഞേ? ചെക്കൻ വിദേശത്താണ്, നാളെ വരുന്നല്ലേ. നാളെ നമുക്ക് അങ്ങോട്ട് പോയാ പോരെ? എന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. വിദേശത്ത് പോവാനോ? ഞാനൊന്നുമില്ല, അവിടെ ചോറ് സാമ്പാറൊന്നും കിട്ടൂല. ഓ, ഈ ശവി. എടി, എയർപോർട്ടിൽ പോകുന്ന കാര്യ പറഞ്ഞേ. എന്നാലും ഏട്ടത്തി, അമ്മ അറിഞ്ഞ ഒരു ഐഡിയ ഉണ്ട്. അന്ന് തലവേദനയായിട്ട് ഉറങ്ങാൻ പറ്റാത്തപ്പോൾ ഡോക്ടർ കുറിച്ച് തന്ന ഉറക്ക ഗുളികയുണ്ട്. അത് കാപ്പിയിൽ പൊടിച്ചിട്ട് കൊടുക്കാം. ആ, അത് സെറ്റ്. അപ്പൊ ഇനി ഷൂട്ടിംഗ് എയർപോർട്ടിലേക്ക് പുലർച്ചെ കാണാം. മുത്തപ്പാ. ഓ, എഴുന്നേക്ക് കുരിപ്പേ. ഏട്ടത്തി, ഈ ഡ്രസ്സ് വേണോ അതോ ഈ ഡ്രസ്സ് വേണോ അതോ സാരി ഉടുക്കണോ? നിന്റെ കുഞ്ഞമ്മേനെ കെട്ടിക്കാനെന്നല്ലോ പോന്നെ, വല്ല ചുരിദാർ ഉടുത്തിടറി. ഡീ, എഴുന്നേക്കടി. ഭയങ്കര ക്ഷീണം. അവളൊരു ക്ഷീണം. നിനക്ക് ഉറങ്ങണോ അതോ നിന്റെ കല്യാണം മുടക്കണോ? വേണ്ട, എനിക്ക് ഉറങ്ങണ്ട. ജയ് കല്യാണം മുടക്കൽ. അതിന് ഇവിടെ കിടന്ന് തുള്ളാതെ പോയി മാറ്റടി. എന്റെ ഭഗവാനെ. ഞാൻ റെഡി. ഓക്കെ, വാ. ശ്രീലു എവിടെ? ആ, ഒരു മിനിറ്റ്. ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടോട്ടെ, ഇപ്പൊ വരാം. ഓ, ഈ മലരമ്പി. നിന്റെ അമ്മായിയമ്മേനെ കെട്ടിക്കാനല്ല പോന്ന്. ഒന്ന് വരുവോ? എന്റെ അമ്മായിയമ്മനല്ലേ നിന്റെ? ശരിയാണല്ലോ. ഓ, എന്റെ ഭഗവാൻ, ഇതുങ്ങളെയാണല്ലോ ഞാൻ കൂടെ കൊണ്ടുപോന്നേ. ഒന്ന് വരുവോ? ഹലോ ബബീസ്, ഞാൻ റെഡി. ഏതാ ഗെറ്റപ്പ്? നീയൊക്കെ ആരെ കാണാനാ പോന്ന്? നീ പൊടി, ഞാൻ എന്റെ കൊച്ചിന്റെ കല്യാണം മുടക്കാനാ പോന്ന്. ആണല്ല, പിന്നെ എന്തിനാണ് ഈ പുരാതന വേഷം? പുരാതന ലുക്കിന്റെ കെട്ടിയോന്. അങ്ങോട്ട് ചോദിക്കച്ചു. ഓ, കാലന്മാരെ, അച്ഛൻ വണ്ടി എടുക്കടാ, വെറുതെ നാട്ടുകാരെ വിളിച്ചറിയിക്കേ. എന്താ മഴ. എടി, വിൻഡോ ക്രോസ് ചെയ്യടി, മേത്ത് വെള്ളം വീഴുന്നു. ഓ, മഴയെ ആസ്വദിക്കാൻ വിടാത്ത തള്ള. അതെ, ആൾക്കാര് പോന്ന ഫ്ലൈറ്റ് വന്നു, വാ. എടാ അച്ചു, അവന്റെ പേരെഴുതിയ ബോർഡ് എടുക്കടാ. ആ, അതെന്റെ കയ്യിലുണ്ട്. അല്ല, അയാളെ പേരെന്താ? അയ്യ, ഒരു പേര് പോലും അറിയില്ലല്ലോ. അവന്റെ പേര് പ്രകാശൻ എന്തോ അല്ലേ? അത് നിന്റെ അച്ഛന്റെ. പ്രകാശൻ എന്നല്ല, സൂര്യ എന്ന പേര്. സൂര്യ? എന്റെ പേര് സൂര്യ. ആ, വെറുതെ പെണ്ണുങ്ങളെ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യടി? രണ്ടിനെ തന്തക്കും തള്ളക്കും ഞാൻ വിളിക്കണ്ടേ? മര്യാദക്ക് നിർത്തിക്കോ. ദാണ്ടടി, ഇങ്ങോട്ട് ഒരുത്തൻ വരുന്നു. ഇയാളെ ഞാൻ എവിടെ കണ്ട പോലെയല്ല ആയിരിക്കും. കെട്ടിയാലും വായി നോട്ടത്തിന് കുറവൊന്നുമില്ലല്ലോ. ദേവണ്ണമ്മളെ, എന്റെ വായിരിക്കുന്ന കേക്കറ്. ഹലോ. ആ, ഹലോ. ഈ ബോർഡ് കണ്ട ബോർഡ് കണ്ട് വന്നാണ്ട ഇതെന്നെ പുള്ളി. അതെ, തന്നെ കാത്ത് നിൽക്കുമായിരുന്നു. താനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണിതാ. അതെ, ഇതാ കുട്ടി. ഞാനാ? എപ്പോ? എന്റെ പൊന്നല്ലേ, എനിക്ക് ഡയലോഗ് കിട്ടൂല, അതുകൊണ്ട് നീ എടുത്തോ. എടി മോക്കാച്ചി. അതെ, ഞാനിവളെ ചേച്ചിയാ. മിണ്ടാതിരി, കേക്കട്ടെ. ദേ, ഇവൾക്കുണ്ടല്ലോ, കല്യാണം വന്നപ്പോ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ നശിച്ചവള്
വേറെ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ ഇവള് 2 മാസം ഗർഭിണിയാണ് ചേട്ടാ. മുത്തപ്പ പ്രഗ്നന്റാ. ഈ നോയിന്റെ മോള് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേ. പാവന്റെ ശ്രീയേട്ടൻ അറിഞ്ഞിട്ട് കൂടിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടാ, ഇതെല്ലാം ചേട്ടൻ അറിയണമെന്ന് തോന്നി. എപ്പ പട്ടികളെ പാവം ഞാൻ എല്ലാം എന്റെ നെഞ്ചത്ത് വെച്ചിട്ട്. ആക്ച്വലി എന്താ ഇവിടെ നടക്കണേ? മിണ്ടാതിരിടാ മലരെ. മേഘേ, പറയാനുള്ളത് പറയൂ. എനിക്ക് പറയാനുണ്ട്, ഇത് കഴിയട്ടെ. സൂര്യ എന്നല്ലേ പേര്? എന്നോടൊന്നും തോന്നരുത്, പറ്റിപ്പോയതാ. എൻ്റെ കുഞ്ഞും ഞാനും നിങ്ങൾക്ക് ഭാരാവരുത്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞേ. എടി, ശരിക്കും ഇതൊക്കെ വല്ല ഗർഭമുണ്ടോ? അപരിയാന്ന് തോന്നില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേട്ടൻ എന്നെ കെട്ടണം എന്നാണെങ്കിൽ എന്റെ പല്ല്, അല്ലെങ്കിൽ മനുഷ്യന് പല്ല് വേദനയാണ്. ഏത് എണ്ണം കെട്ടവനാണോ എന്നെ അടിച്ചേ? ഏട്ടത്തി മിണ്ടാതിരി. ഓൻ ഏത് കൊതുക് തിരിയാണെങ്കിൽ ഓനെ ഞാൻ ശ്രീയേട്ടൻ. എന്റെ അമ്മോ, ഏട്ടെ ഹെൽപ്പ് കണ്ടിട്ട് എല്ലാം കേട്ടമായിട്ടുണ്ട്. സ്വന്തം ഭാര്യക്ക് ഗർഭുണ്ടെന്നാണല്ലോ കേട്ടത്. ഇതാണോ പാറുവിന്റെ അന്ത്യയാത്ര? പൊന്നുമുത്തപ്പ, ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണോ ഈ പട്ടികൾ എനിക്ക് ഗർഭുണ്ടാക്കാൻ നോക്കിയേ? ഞാനും കൂട്ടുകന്നല്ലോ, ഇനി ഇപ്പൊ എന്തോ ചെയ്യൂ? ശ്രീയേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ പുറകെ അങ്ങേരും വരണ്ടേ ആണല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഒരാൾക്ക് സ്വന്തം കെട്ടിയവനും ഒരാൾക്ക് സ്വന്തം ചേട്ടനുമായ ഇവ മുമ്പിൽ നിൽക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. നീയല്ലേ ഏത് കോത്താഴത്തെ അടി? ഒരു കയ്യബദ്ധം, മനസ്സിലായില്ല. പറയടി, ആരാടി ഇതിന്റെ ഉത്തരവാദി? ഏതിന്റെ? ഈ ഗർഭത്തിന്റെ. അയ്യേ ശ്രീയേട്ടാ. മോളെ ശ്രീലു, നീ കുടുംബം കലക്കി കൈ കൊടുത്തല്ലോ. ഇതിൽ എനിക്ക് പങ്കില്ല. ഇറങ്ങിപ്പോടി വഞ്ചകി. വഞ്ചക തന്റെ കുഞ്ഞമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. പിന്നെന്തിനാണ് നീ ഇവനോട് ഇങ്ങനെ പറഞ്ഞേ? അത് ഒന്നുമില്ല, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ, പൊന്നുമക്കളെന്താ ഈ കൊച്ചു വളപ്പാൻ കാലത്ത് ഇവിടെ? ചുമ്മാ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ. എയർപോർട്ടിലോ? പിന്നെ പുലർച്ചെ എയർപോർട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയും കൂടിയാണ്. പരിസരത്ത് നല്ല പച്ചപ്പ് ഹരിതാപം ഉണ്ട് അല്ലേടാ? അതെ അതെ, എന്തൊരു പച്ചപ്പുള്ള എയർപോർട്ട്. ഉള്ള പച്ചപ്പ് ഹരിതാപൂ. നീയൊക്കെ കല്യാണം മുടക്കാൻ ഇന്ന് തന്നെ എത്തുന്ന അറിയാടി. അതുകൊണ്ടാ അമ്മയോട് അങ്ങനെ പറയാൻ പറഞ്ഞേ. ഓ ഐ സി. അപ്പൊ ചെക്കേ? നിന്റെ എല്ലാം ബുദ്ധി അറിയില്ലേ, അതുകൊണ്ട് അവൻ നേരത്തെ എത്തി. എന്നിട്ടോ ഉണ്ടാക്കിയ പ്ലാൻ കാണുന്നില്ലേ? അവളെ അമ്മയുടെ ഗർഭം. മോനെ ചൂടാ, നമ്മളിതിലില്ലടാ, വാ മെല്ലെ പോവാ. ഞങ്ങളെ പൊന്നാര അനിയത്തിക്കുള്ള അടിയും ചക്കരിയും തരേ യോഗ്യനായ ഒരാൾ പുറകിൽ വരുന്നുണ്ടേ. യാര്? ഇപ്രാവശ്യത്തെ മഴ വല്ലാണ്ട് കൊടുത്തു. എല്ലാം വന്നിട്ടുണ്ടല്ലോ, ഇടിയും മിന്നലും കാറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. അതെ അതെ, വല്ലാത്തൊരു മഴ. എന്നാ പിന്നെ പോവല്ലേ? എങ്ങോട്ട്? സമയമുണ്ടല്ലോ, തീരുമാനിക്കാം. എന്തൊക്കെയായിരുന്നു. കല്യാണം മുടക്കണം, അവനെ തിരിച്ച് പറഞ്ഞു വിടണം, ഹാപ്പി ആവണം. ഹോ, ഒരു മഴ പെയ്ത് തീർന്ന ഫീൽ. അതെ അതെ, ഓളൊരു ഫീല്. ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കി തന്നിട്ട് എന്റെ അടപ്പെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ പട്ടി. ഏട്ടത്തിക്ക് മാത്രമല്ലോ, എനിക്കും കിട്ടി. അപ്പൊ സെയിം സെയിം. സെയിം അല്ല. മേഘ എവിടെ? അവള് കാവില് വിളക്ക് വെക്കാൻ പോയി. എന്നാലും ആരായിരിക്കും ചെക്കൻ? ഏട്ടന്മാരെന്തൊക്കെയോ വിളിക്കുന്നുണ്ട്.
ഇത്രയും ബിൽഡപ്പാ? ഏതവൻ? അയ്യോ സമയായി, നല്ല മഴ വരുന്നുണ്ട്. ഭഗവാനെ പോട്ടെ. ഹലോ കാർമേഘം. ആ? ഹ, ഇതാര്? പിന്നെയും കാറ് കേടായോ? എന്റെ കയ്യിൽ ഇനി തരാൻ കൊടയില്ലേ? പേടിക്കണ്ട, കാറൊന്നും കേടായിട്ടില്ല. ദാ തന്റെ കുട ഞാൻ തിരിച്ചു തരാൻ വന്നതാ. അല്ല, ഇതിപ്പോ തന്നാ താനെങ്ങനെ പോവും? വേറെ കൊടയുണ്ടോ? എന്റെ കയ്യിൽ വേറെ കൊടയൊന്നുമില്ല. പിന്നെ മേഘത്തെ പോലെ ഞാൻ മഴയും ആസ്വദിക്കാൻ തുടങ്ങി. ആ? പോട്ടെ കാർമേഘമേ. നനഞ്ഞു നിൽക്കുമഴകേ, നീ എനിക്കു പുണരാൻ മാത്രം. ജൂണിലെ മിതു, മിതു, എന്താടി ഇത് ഉടുക്കുമോളെ? എനിക്കൊന്നും വേണ്ട, ഈ കോലത്തിൽ കാണുന്നവര് കണ്ടിട്ട് പോയാ മതി. ആക്ച്വലി ബേസിക്കലി ഫിസിക്കലി എന്താണ് നിന്റെ പ്രോബ്ലം? ഓ തള്ള, മെന്റലി നിങ്ങൾ പറഞ്ഞില്ല. തള്ള എന്റെ അമ്മമ്മേന്റെ പേരക്കുട്ടി. അമ്മമ്മേന്റെ പേരക്കുട്ടി, അമ്മമ്മേന്റെ മോളെ അമ്മ, പേരക്കുട്ടി ഞാൻ. അന്ന തള്ളേന്ന് വിളിക്കുന്ന നിർത്തുന്നുണ്ടോ? ഏട്ടത്തിമാരാ നോക്കില്ല, എടുത്ത് എറിയുന്നേ. കൂൾ ബേബി, എന്താ നിന്റെ പ്രശ്നം? ഏട്ടത്തി, എനിക്ക് ഈ കല്യാണാലോചന വേണ്ട. അതെന്താ? എനിക്കൊരാളെ ഇഷ്ട. ആരാ? കാറ്റ് പോലും അറിയാതെ പ്രണയിച്ചു പോകുന്ന ആ മഴയെ ആസ്വദിച്ച് ഞാൻ മന്ദം മന്ദം വരുമായിരുന്നു. എടി കൊടയെടുത്തില്ലടി. അല്ല, എടുത്തില്ലെങ്കിൽ മഴ നനയും. കോതയെ ശ്രദ്ധിച്ചോ തള്ളേ? ആ, കണ്ടിന്യൂ. അങ്ങനെ ഞാൻ വരുമ്പം അതാ റോഡരികിൽ കാറ് നിർത്തി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. കണ്ട ആരും ഒന്ന് നോക്കിപ്പോവും. ഞാൻ പെട്ടെന്ന് ചെന്ന് കൊടയിൽ അയാളെ കൂട്ടി. എന്നിട്ട് അന്ന് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. അയാൾ ബസ് സ്റ്റോപ്പ് എവിടെയാ, ആക്കി തരുമോ ചോദിച്ചു. ഞാൻ ആക്കി കൊടുത്തു. തിരിച്ചു പോരുമ്പം ഞാൻ എൻ്റെ കൊടയും കൊടുത്തു. മുണ്ടാത്തി മുറത്തി, ഇന്നലെ നീ എടുത്തോണ്ട് പോയ എന്റെ കൊടയല്ലേ? അയ്യോ, എന്റെ കൊട പോയേ. കണ്ടാക്കോള് കൊടുത്ത്. ഏട്ടത്തിമാരെ വിളിച്ച നാവുകൊണ്ട് എന്നെ പല തെറികളും നിങ്ങൾ വിളിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. പറ, ബാക്കി പറ. ഇന്നും വിളക്ക് പോയപ്പം അയാൾ ആ വഴിയരികിലുണ്ടായിരുന്നു. ആ, കൊട കിട്ടിയോ? തന്നു അയാള്. എന്താടി മിണ്ടാതിരി, എന്തൊക്കെ എടുത്ത് അടിക്കോള്. കൊട തിരിച്ചൊന്ന് പോകാൻ നോക്കിയപ്പോ ഞാൻ ചോദിച്ചു, തിരിച്ചു പോകാൻ വേറെ കൊടയുണ്ടോന്ന്. അപ്പൊ അയാള് പറയാ, മേഘത്തെ പോലെ മഴയെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയെന്ന്. അയ്യേ പോങ്ങൻ. അല്ല, നല്ലവൻ. എന്നാലും 2 ദിവസം കൊണ്ട് പ്രേമം തോന്നിയാ? ട്രൂലബ. എന്താ അയാളെ പേര്? സൂര്യജിത്ത്. ഇയാളെന്താ ഇവിടെ? മോളെ മഴമേഘമേ, ഇതാണോ നീ പറഞ്ഞ ചങ്ങായി? ഇവനാണോ നിന്റെ ട്രൂ ലവ്? ശ്രീരു, നീ ഇത് കേട്ടോ? ഇവനാണോ നീ കൊട കൊടുത്തേ? ഇവനാണോ ബസ് സ്റ്റോപ്പിലാക്കിയേ? ഇവനാണോ ട്രൂ ലവ്? തന്നെ നിങ്ങൾ നിർത്തിക്കോ, ഒടുക്കത്തെ കൊലച്ചിരി. ഇയാളെ നിങ്ങൾക്ക് അറിയോ? അയ്യോ, പിന്നെ അറിയാതെ എന്റെ അനിയനെ എനിക്കറിയില്ലേ? അനിയനാ? അതെ, എന്റെ അമ്മേന്റെ വയറ്റിന്ന് വന്ന ഇതിനെ ഞാനെന്നാ എന്നെ വിളിക്കണ്ട്? ഇവൻ, അവൻ. മതിയടി എന്റെ കൊച്ചിനെ കളിയാക്കിയത്. ഓഹോ, എല്ലാരും കൂടിയായിരുന്നല്ലേ? കാണിച്ചു തരാടോ തന്നെയൊക്കെ. പോടോ, ഞാൻ പോവാ. ഹേ നിക്ക്, പോവല്ലേ. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായില്ല. താൻ ആ കാവിന്റെ അടുത്ത വീട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നിന്റെ ഏട്ടന്മാര് കണ്ടുവച്ച ചെക്കനും നീ ഇഷ്ടപ്പെട്ട ചെക്കനും കല്യാണം മുടക്കാൻ വന്ന ചെക്കനും ഒക്കെ ഞാനാന്നേ ഉള്ളൂ. പ്രണയ
എടാ, എന്നിട്ട് നിങ്ങൾ എന്താ മനുഷ്യ എന്നോട് പറയാഞ്ഞേ? അന്നേരം പറഞ്ഞാ മതിയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അമ്മാതിരി മുടക്കലാന്നല്ലോ മുടക്കാൻ വന്നേ. മിതു, ഉം, ഏട്ടന്റെ കുട്ടിക്ക് ഇവനെ ഇഷ്ടായോ? അത് ചില്ലറ വർഷമൊന്നല്ല ഈ സൂര്യൻ ഈ മഴമേഘത്തെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഹാ ചെല്ല്, അവന് നിന്നോട് സംസാരിക്കണം. ആ, എങ്ങട്ടാ? അല്ല, നമ്മളും പോവാ. അങ്ങനെ ഇപ്പൊ നമ്മള് പോണ്ട. ഷോ, എന്നാലും സ്വന്തം എന്റെ കല്യാണം മുടക്കാനാണല്ലോ ഞാൻ പോയേ. ശരിയേ ഏട്ടത്തി, എന്നാലും നമ്മളെ സൂര്യക്ക് മേഘേനെ ഇഷ്ടായിരുന്നു. ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് വെക്കേഷൻ വന്നപ്പം ഒരു മഴയത്ത് കൊടയും ചൂടി. കൊടയും ഉണ്ട്, എന്നാ മഴയും നനഞ്ഞ് ആസ്വദിച്ചു പോകുന്ന തന്നെയാ. അന്നേരം ഞാനൊന്ന് തന്നെ നോക്കി നിന്നു എന്നത് സത്യ. പിന്നെ ഞാൻ തന്നെ കാണുന്നത് കല്യേച്ചിന്റെ കല്യാണത്തിനാ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ വിട്ട് കളയണേന്ന്. അങ്ങനെ അളിയന്മാരോട് പോയി കാര്യം പറഞ്ഞു. അവർക്കാണെങ്കിൽ 100 വട്ട സമ്മതം. തനിക്കോ? നനഞ്ഞു നിൽക്കുമഴകേ, നീ എനിക്കു പുണരാൻ മാത്രം. സമ്മതമാണ്. എന്ന സമ്മതല്ല, എനിക്ക് സമ്മത. ഇനി ഈ സൂര്യൻ മേഘത്തിനായുള്ള കാത്തിരിപ്പിലാണ്.